ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഇക്വലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? എ ബൈ ബിയും സി ബൈ ഡിയും ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും എന്ന് പറഞ്ഞു. നെക്സ്റ്റ്, സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഏറ്റവും സിമ്പിൾ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കണം. എന്തുകൊണ്ടാ? ഇപ്പൊ 564/10,400 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമില്ല അല്ലെ? ഭയങ്കര വലിയ നമ്പേഴ്സ് ആകുമ്പോൾ പേടിയാവും കേൾക്കുമ്പോൾ. അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ ഇപ്പൊ 3/4 അല്ലെങ്കിൽ 5/10 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട് അല്ലെ? സോ we have to convert bigger fractions into smallest form. A fraction is said to be in the simplest or lowest form if its numerator and denominator have no common factor other than 1. Page number? Page number 141. 141. ഒരു ഫ്രാക്ഷന്റെ ഏറ്റവും സിമ്പിൾ ഫോം എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഫോമാ? അതായത് അതിന്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുന്ന ഫോമിനാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. In other words, a fraction is in its simplest form if the HCF of its numerator and denominator is 1. In order to reduce a fraction to its simplest form, divide the numerator and denominator by their HCF. ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോ 25/30 വലിയ നമ്പർ അല്ലെ? 25/30 എന്ന് പറയുമ്പോൾ 25 വലിയ നമ്പർ, 30യും വലിയ നമ്പർ. എന്ത് ചെയ്യണം? ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. 25നും 30ക്കും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? 25നും 30ക്കും കോമൺ ഫാക്ടർ ഉണ്ടല്ലോ. 5 ഇല്ലേ? 5 എന്ന് പറയുന്നത് 25ന്റെയും 30ന്റെയും കോമൺ ഫാക്ടർ ആണല്ലോ. അപ്പോ ന്യൂമറേറ്റർ 25നെയും ഡിനോമിനേറ്റർ 30യെയും എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/6 എന്ന് കിട്ടി. അതായത് 25/30 എന്നത് 5/6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇനി 5ഉം 6ഉം വെച്ച് നോക്കിയാൽ അതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. അതായത് 5/6 ആണ് 25/30യുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. വേറൊരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. 48/64. 48/64. ഈ 48നെയും 64നും കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? 4 ഉണ്ടോ? 4 ഇല്ലേ മിസ്സേ? 4 ഉണ്ടോ? ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കിട്ടും. 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? എന്താ? 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
16 കിട്ടും ഇല്ലേ? 16 കിട്ടില്ലേ? 12/16. 12നും 16നും ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? 12നും 16നും ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ലേ? 4 ഇല്ലേ മിസ്സേ? 4 ഉണ്ടോ? ഉണ്ട്, 4 ഉണ്ട്. 12 divided by 4, 16 divided by 4. എത്ര കിട്ടും? 12 divided by 4? 3. 3. 16 divided by 4? 4. 4. 3ക്കും 4നും ഇനി ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ? No. ഇല്ല. അപ്പോ എന്ത് പറയാം? 48/64 എന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയതാണ് എന്ത്? 3/4. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കുന്നത്. 2-3 എക്സാമ്പിൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. പേജ് നമ്പർ 140 നോട്ട്ബുക്കില് പേജ് നമ്പർ 142 എക്സസൈസ് 7C-യിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ പറഞ്ഞു മിസ്സേ. അല്ല, 8ാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 142 എക്സസൈസ് 7C 8th ക്വസ്റ്റ്യൻ. 8th one. ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓ, മിസ് തന്ന ഫയൽ പേപ്പറിൽ വരയ്ക്കാനുള്ള വർക്കില്ലേ, ആ, ഫോട്ടോ എടുത്ത് അയച്ചു തരണോ? അത് ചെയ്തിട്ട് റഫായിട്ട് ചെയ്ത് ശരിയാണെങ്കിൽ ഒന്ന് അയച്ചു തന്നോ, ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് തരാം. ഒന്നും കൂടി പറഞ്ഞേ. പേജ് നമ്പർ 142 എക്സസൈസ് 7 8ാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 3 എണ്ണം ചെയ്താൽ മതി. (72/90), 27/72, 108/120. ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു മിനിറ്റ് മിസ്സേ, ചെയ്തേ. പെട്ടെന്ന് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് 72/90. ഫസ്റ്റ് വൺ 72/90. ഇതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഒന്ന് നോക്കി. 72നെയും 90യും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 72 divided by 9, 90 divided by 9. എത്ര കിട്ടും? 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 90യെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. 8/10. 8/10നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 divided by 2, 10 divided by 2 equal to 8/2, 4, 10 divided by 2, 5. That is 4/5 is the simplest form of 72/90. തെറ്റിയത് എവിടെയാന്ന് തെറ്റ് വന്നവരൊന്ന് ശ്രദ്ധിക്കണേ. കിട്ടാത്തവർ എന്തോ ഞാൻ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതാ. ആഹാ, ഇങ്ങനത്തെ രീതിയിലാണ് എഴുതിയത്. എങ്ങനെയായാലും 4/5 കിട്ടിയില്ലേ? ആ, കുഴപ്പമില്ല. നെക്സ്റ്റ് 27/72. 27/72.
ഇവിടെ രണ്ടിനെയും 27നെയും 72നെയും നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27/9 72 divided by 9 equal to 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3/8. നെക്സ്റ്റ് 108 divided by 108 by 120. ഇതിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 108നെയും 120യെയും നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 is the HCF of 108 and 120. രണ്ടിന്റെയും HCF 12 ആണ്. അപ്പൊ 12 കൊണ്ട് രണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 108നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 120യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. സോ 9/10. നിങ്ങൾ ഈ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെ കൊണ്ടാന്ന് നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റത്തെ ആൻസർ മാത്രം ശരിയാണോ നോക്കിയാൽ മതി. 4/5, 3/8, 9/10 അതാണോ കിട്ടിയതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാ കിട്ടുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സിംപ്ലിഫൈ ചെയ്യാം. ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അപ്പൊ സിംപ്ലിഫിക്കേഷൻ മനസ്സിലായല്ലോ. അതിന്റെ ബാക്കി 3 എണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് എന്ന് വെച്ചാല് നിങ്ങൾക്ക് 145ന് ക്ലാസ് ഉണ്ട്. റിവൈസ്ഡ് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. 145ന് മാത്സിന്റെ ക്ലാസ് ഉണ്ട്. 145 ആകുമ്പോഴത്തേക്ക് ബാക്കി 3 എണ്ണം കൂടി ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് like fractions, unlike fractions. Page number 143. Page number 143. Like fractions, unlike fractions. എന്താ like fractions ഉം unlike fractions ഉം അറിയോ? കേട്ടിട്ടുണ്ടോ? Like fractions, unlike fractions കേട്ടിട്ടുണ്ടോ? ഇല്ല. നോ. ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഫ്രാക്ഷൻസ് വിത്ത് ദി സെയിം ഡിനോമിനേറ്റേഴ്സ് ആർ കോൾഡ് ലൈക്ക് ഫ്രാക്ഷൻസ്. കുറച്ച് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണെങ്കിൽ സച്ച് ഫ്രാക്ഷൻസ് ആർ കോൾഡ് ലൈക്ക് ഫ്രാക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോ ഇപ്പോ 1/9, 3/9, 5/9, 6/9, 8/9, etc. ഇതിനെല്ലാം ഡിനോമിനേറ്റർ സെയിം ആയിട്ടാ വരുന്നത്. ഇതാണ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിലോ 1/9, 4/10, 3/11, 5/7, 8/13, etc. Such fractions are called unlike fractions. ആദ്യം തന്നിരിക്കുന്ന ലൈക്ക് ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ 9 ആണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ലൈക്ക് ഫ്രാക്ഷൻസും അൺലൈക്ക് ഫ്രാക്ഷൻസും ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. ലൈക്ക് ഫ്രാക്ഷൻസ്, പേജ് നമ്പർ 143. Like fractions, fraction with the same denominators are called like fractions. Unlike fractions, fractions with
different denominators are called unlike fractions. ഇനി unlike fractionsനെ എങ്ങനെ like fractionsലേക്ക് മാറ്റാം? എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയാൽ മതി. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. നമ്മളിപ്പം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി, അൺലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 5th പഠിച്ചിട്ടുണ്ട്. 5th മാത്രമല്ല 4th LCM കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക, ഡിനോമിനേറ്ററിന്റെ LCM കണ്ടുപിടിക്കുക, എന്നിട്ട് ആ LCMലേക്ക് ഡിനോമിനേറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായോ? കൺവേർഷൻ ഇനി വേറെ പറഞ്ഞോ? അത് അഡീഷനിൽ വരുന്ന സംഭവം, അതുകൊണ്ട് അത് പറയണോ? ലൈക്ക് ഫ്രാക്ഷൻസിനെ അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ലൈക്ക് ഫ്രാക്ഷൻസിലേക്ക് മാറ്റാൻ വേണ്ടി അഡീഷനിലും സബ്ട്രാക്ഷനിലും വരുന്നുണ്ട്. അപ്പൊ ചെയ്താ പോരെ? Then comparison of like fraction. Like fractions in the comparison. Greater than or less than പറയുന്നത് എങ്ങനെയാ? രണ്ട് ഫ്രാക്ഷൻസ് തന്നാൽ വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ലൈക്ക് ഫ്രാക്ഷൻസ് ആണെങ്കിൽ, ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് വെച്ചാല് സെയിം ഡിനോമിനേറ്റേഴ്സ് വരുന്നത്. ഇപ്പോ 9/13 11/13 രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, 9/13 11/13 ഇതിൽ ഏതായിരിക്കും വലുത്? ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം. ഏതാ വലുത്? 11/30. 11/30. Very good. It is the bigger fraction because it has the greater numerator. Numerator വലുത് ഏതാണോ വരുന്നത് അതായിരിക്കും greater fraction. ഇപ്പോ 7/15 3/15 വെച്ചാൽ ഏതായിരിക്കും വലുത്? 7/15. 7/15. രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് വരുന്നത് ആ നമ്പർ ആയിരിക്കും, ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. To compare two like fractions, their numerators have to be compared. The fraction with the larger numerator has larger value. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. Page number 143 comparison of like fractions. To compare two like fractions with the same denominators, their numerators have to be compared. The fraction with the larger numerator has larger value. ഇപ്പൊ നമുക്ക് അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യാം, അതിന് കുറച്ച് പ്രോസസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പീരീഡിൽ പറയാം. ഓക്കെ, പേജ് നമ്പർ 146 എക്സസൈസ് 7D മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? പേജ് നമ്പർ 146 exercise 7D third question. Compare the fractions and put appropriate signs. Less than, equal, greater than. അതും കൂടി ഒന്ന് ചെയ്തു വെച്ചോ നെക്സ്റ്റ് പീരീഡ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോ 145ന്റെ ക്ലാസ് മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോഴത്തേക്ക് തന്നിരിക്കുന്ന ഈ രണ്ട് വർക്കും നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ബാക്കി 3 എണ്ണവും ഇപ്പോഴത്തെ ഈ കമ്പാരിസൺ
ഫോട്ടോ അയച്ചേണ്ട, ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ. ക്ലാസ് മറക്കല്ലേ. ഓക്കെ.